ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം ഒന്ന് നോക്കാം. ചിക്കൻ 900 ഗ്രാം, തക്കോലം, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, ഏലക്ക, പ്ലം, ജീരകം, നല്ല ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും, ബിരിയാണി മസാല, നല്ല ജീരകത്തിന്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇതിന്റെ മെഷർമെന്റ് ഞാനൊരു സൈഡിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. തൈര് 3 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം ഒന്ന് ചേർത്തി എല്ലാ മസാലയും ചേർത്തി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്നൊന്ന് ഫോർക്ക് കൊണ്ട് ഒന്ന് വെച്ച് കുത്തിയെടുക്കാം. അതിലോട്ട് പൊടിച്ചു വെച്ച മസാലകളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്തി കൊടുക്കാം. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർക്കാം. പുതിനയില, പച്ചമുളക്, മല്ലിയില ചേർത്തി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വലിയൊരു ബൗൾ എടുത്തോളൂ, ചെറുത് വേണ്ട. ഞാൻ എടുത്തത് ഇച്ചിരി ചെറുതായി പോയി. ഇനി അതിലോട്ട് ഒരു പീസ് ലൈം ജ്യൂസ് കൂടെ ചേർക്കാം. ഞാൻ വലുതാണ് ചേർത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തി നല്ലപോലെ ഇനി മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു 2-3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തലേ ദിവസം ഇത് മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാൻ സുഖമായിരിക്കും. ഇനി അന്ന് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം മസാല ചിക്കനിൽ പിടിക്കും. ഇത് ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, കുതിർത്താൻ വെച്ചതാണ്. ഇപ്പം അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തി ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് ബേ ലീഫ്, നല്ല ജീരകം 1/4 ടീസ്പൂൺ, 2 കറുകപ്പട്ടൻ്റെ പീസ് കൂടെ ഇട്ട് ഒന്ന് നല്ല തിള വന്നതിന് ശേഷം അതിലോട്ട് കുതിർത്തി വെച്ച അരിയുടെ അതിലോട്ട് ചേർത്തി കൊടുക്കാം. അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ്, കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് മതി ഇത് വേവാൻ. കുതിർത്തി വെച്ച റൈസായ കാരണം അതിൻ്റെ ഇപ്പം 1/4 ഭാഗം വെന്താൽ മതി, കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ബാക്കി ദമ്മിലിരുന്നിട്ട് അങ്ങനെ സെറ്റാവും. ഇപ്പോൾ ചോറെല്ലാം വെന്തു, ഞാൻ ഊറ്റിയെടുത്തു. ഇനി മസാല തേച്ച് വെച്ച ചിക്കൻ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 പ്ലം കൂടെ ഞാൻ ചേർത്തി കൊടുത്തു. അതും നല്ല പോലെ ഒന്ന് കുഴച്ച് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം വെള്ളം ഇറങ്ങി വന്നു. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ല പോലെ വെന്തിക്കണ, മസാല എല്ലാം ഇപ്പോൾ സെറ്റായിട്ട് കിട്ടി. ഇനി ആ ടൈമിൽ നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കാഷ്യൂ, മുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനോടൊപ്പം കുറച്ച് സബോളയുടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സബോളയും ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തു. ഇനി ദം ചെയ്യാം. ചിക്കൻ ഇപ്പോൾ റെഡിയായി കിട്ടി. ഇനി അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഫുഡ് കളറൂടെ ആഡ് ചെയ്യാം. ഞാൻ ഒരു ഓറഞ്ച് യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ഗീയോ അല്ലെങ്കിൽ RKGയോ ചേർത്തി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടും വറുത്ത് വെച്ച മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് ദം ചെയ്യാൻ വെച്ചു ഞാൻ. അതിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുക്കുക ആ ടൈമിൽ.
അടിയിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ റൈസിൻ്റെ പാത്രം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.